Hello, this is Robin. We will talk Spoken English for Beginners in the 13th ഭാഗത്തിലേക്കാണ്. മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. Spoken English for Beginners പ്ലേലിസ്റ്റിന്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. Spoken English for Beginnersലെ ട്രെയിനിങ് സെഷൻസിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് ജീവിത സാഹചര്യങ്ങളിൽ അതായത് ജോലി സ്ഥലങ്ങളിലും യാത്രകൾ ചെയ്യുമ്പോഴും സഹായം ചോദിക്കാനും മറ്റുമൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കാനുള്ള ഇംഗ്ലീഷ് വാചകങ്ങളും യൂസേജസ് പഠിക്കുക എന്നതാണ്. ഇതിൽ ഇംഗ്ലീഷ് ഗ്രാമർ എക്സ്പ്ലനേഷൻ ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. എളുപ്പവഴിയിൽ ഇംഗ്ലീഷ് പഠിച്ച് ഉപയോഗിച്ച് തുടങ്ങുക എന്നാണ് ലക്ഷ്യം. ഇനി നിങ്ങൾക്ക് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ വീഡിയോ ജസ്റ്റ് കണ്ടുപോവാതെ എൻ്റെ ഒപ്പം ഉറക്കെ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉപയോഗിക്കുന്ന സെയിം മെത്തഡോളജിയാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്നത്തെ സിറ്റുവേഷനാണ് ആസ്കിങ് മൈ ഫ്രണ്ട് ടു ബൈ സം മെഡിസിൻസ്. ആസ്കിങ് മൈ ഫ്രണ്ട് ടു ബൈ സം മെഡിസിൻസ്. എൻ്റെ ഫ്രണ്ടിനെ ഞാൻ ഫോം വിളിക്കുകയാണ്. ഫോം വിളിച്ചിട്ട് കുറച്ച് മരുന്നുകൾ എനിക്ക് വേണ്ടി കുറച്ച് മരുന്നുകൾ വാങ്ങാൻ അവനോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ ആസ്ക് എന്ന വാക്കിന് ചോദിക്കുക എന്നല്ല അർത്ഥം, ആവശ്യപ്പെടുക, ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുക. ആസ്കിൻ്റെ രണ്ടാമത്തെ മീനിങ് ആണത്. ഒന്ന് ചോദിക്കുക എന്നാണ്, രണ്ടാമത്തെ ആവശ്യപ്പെടുക എന്നാണ്. ആസ്കിങ് മൈ ഫ്രണ്ട് ടു ബൈ സം മെഡിസിൻസ്. കുറച്ച് മരുന്നുകൾ വാങ്ങാൻ എൻ്റെ ഫ്രണ്ടിനോട് ആവശ്യപ്പെടുകയാണ്. ജോൺ എന്നുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഞാൻ ജോണിനെ വിളിക്കുകയാണ്. ഞാൻ അവനോട് ചോദിക്കുകയാണ്, നീ വൈകുന്നേരം ഫ്രീ ആയിരിക്കുമോ? നീ വൈകുന്നേരം ഫ്രീ ആയിരിക്കുമോ? ശ്രദ്ധിക്കുക, വൈകുന്നേരം എന്ന് പറയണമെങ്കിൽ ഇൻ ദ ഈവനിങ്, പീരീഡ്സ് ഓഫ് ടൈം, അതായത് ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, അവിടെ നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. പ്രിപ്പോസിഷൻ ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇൻ ദ ഈവനിങ് വൈകുന്നേരം, ഇൻ ദ ഈവനിങ് വൈകുന്നേരം. സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം, എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാം. നീ ഫ്രീ ആയിരിക്കുമോ? വിൽ യു ബി ഫ്രീ? ശ്രദ്ധിക്കുക, വിൽ യു ബി ഫ്രീ. നീ ഇപ്പം ഫ്രീ ആണെന്ന് ഒരാളോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? ആർ യു ഫ്രീ? ആർ യു ഫ്രീ? ഇപ്പം ഫ്രീ ആണോ? ആർ യു ഫ്രീ? നേരത്തെ ഫ്രീ ആയിരുന്നോ? വേർ യു ഫ്രീ? WERE ആണ് വേർ യു ഫ്രീ. പിന്നീട് ഫ്രീ ആയിരിക്കുമോ? വിൽ യു ബി ഫ്രീ? വിൽ യു ബി ഫ്രീ? നീ ഫ്രീ ആയിരിക്കുമോ? എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. വിൽ യു ബി ഫ്രീ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫോം വിളിച്ച ഒരാളോട് ചോദിക്കണം, നീ ഇന്ന് വൈകുന്നേരം ഫ്രീ ആയിരിക്കുമോ? ഇപ്പോൾ സമയം ഉച്ചയായിട്ടേ ഉള്ളൂ, വൈകുന്നേരം ഫ്രീ ആയിരിക്കുമോ എന്ന് എങ്ങനെ ചോദിക്കും? വിൽ യു ബി ഫ്രീ ഇൻ ദ ഈവനിങ്? നീ വൈകുന്നേരം ഫ്രീ ആയിരിക്കുമോ? അപ്പോൾ അവൻ പറയാണ്, ഐ ഹോപ്സ്, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അതായത് ഞാൻ ഫ്രീ ആയിരിക്കുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ല ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് സോ. സോ മീൻസ് അങ്ങനെ. ഐ ഹോപ്പ് ദാറ്റ് ഐ വിൽ ബി ഫ്രീ എന്ന് വേണേൽ പറയാം. ഞാൻ ഫ്രീ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഷോർട്ടായിട്ട് പറയണമെങ്കിൽ ഐ ഹോപ്പ് സോ. ഐ ഹോപ്പ് സോ, അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നോട് പറയൂ. പറയൂ. ടെൽ മീ. പറയൂ. ടെൽ മീ. എന്താണ് കാര്യം? വാട്ട്സ് ദ മാറ്റർ? വാട്ട്സ് ദ മാറ്റർ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മാറ്റർ അല്ലെങ്കിൽ വാട്ട്സ് ദ മാറ്റർ? പറയൂ, എന്നോട് പറയൂ, എന്താണ് കാര്യം? ടെൽ മീ വാട്ട്സ് ദ മാറ്റർ. അപ്പോൾ ഞാൻ അവനോട് പറയാണ്, എനിക്ക് കുറച്ച് മരുന്നുകൾ വാങ്ങണം. ഞാൻ അവനോട് പറയാണ്, എനിക്ക് കുറച്ച് മരുന്നുകൾ വാങ്ങണം, പക്ഷേ എനിക്കിന്ന് പുറത്തു പോകാൻ സമയമില്ല. ഇത് വലിയ സെൻറ്റൻസാണ്, ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യാം. കുറച്ച് മരുന്നുകൾ, സം മെഡിസിൻസ്. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് മരുന്നുകൾ, സം മെഡിസിൻസ്. ശ്രദ്ധിക്കുക, എനിക്കൊരു കാര്യം ചെയ്യണം. എനിക്കൊരു കാര്യം ചെയ്യണം എന്ന് എങ്ങനെ പറയുക? ഐ വോണ്ട് ടു പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് വേർബ്, അല്ലെ ബേസ് ഫോം ഓഫ് വേർബ്. ഐ വോണ്ട് ടു പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് വേർബ്. ഐ വാണ്ട് ടു ബൈ, എനിക്ക് വാങ്ങണം. ഐ വോണ്ട് ടു ടോക്ക് ടു ഹിം, എനിക്ക് അവനോട് സംസാരിക്കണം. എനിക്ക് അവനെ കാണണം. ഐ വാണ്ട് ടു മീറ്റ് ഹിം. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. ഐ വാണ്ട് ടു ഡ്രിങ്ക് സം വാട്ടർ. ഗോട്ട് ഇറ്റ്? അപ്പോൾ എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് പറയാൻ, എനിക്ക് ചെയ്യണം എന്ന് പറയാൻ ഐ വാണ്ട് ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് അല്ല ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കാം. എനിക്ക് വാങ്ങണം. ഐ വാണ്ട് ടു ബൈ. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് വാങ്ങണം. ഐ വാണ്ട് ടു ബൈ. എനിക്ക് വാങ്ങണം. ഐ വാണ്ട് ടു ബൈ. എന്താ വാങ്ങേണ്ടത്? സം മെഡിസിൻസ്, കുറച്ച് മെഡിസിൻസ്. എനിക്ക് കുറച്ച് മെഡിസിൻസ് വാങ്ങണം. ഐ വാണ്ട് ടു ബൈ സം മെഡിസിൻസ്. ഐ വാണ്ട് ടു ബൈ സം മെഡിസിൻസ്. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് കുറച്ച് മരുന്നുകൾ വാങ്ങണം. ഐ വാണ്ട് ടു ബൈ സം മെഡിസിൻസ്. വൺസ് അഗെയിൻ, ഐ വാണ്ട് ടു ബൈ സം മെഡിസിൻസ്. എനിക്ക് കുറച്ച് മരുന്നുകൾ വാങ്ങണം, പക്ഷേ എനിക്കിന്ന് പുറത്തു പോകാൻ സമയമില്ല. ഐ വാണ്ട് ടു ബൈ സം മെഡിസിൻസ് എന്ന് ആദ്യം പറഞ്ഞു നമ്മൾ, അല്ലേ? പക്ഷേ, ബട്ട്, പുറത്തു പോവാൻ, ടു ഗോ ഔട്ട്, ഇന്ന്, ടുഡേ. പുറത്തു പോകാൻ, ടു ഗോ ഔട്ട്, ഇന്ന്, ടുഡേ. എനിക്ക് സമയമില്ല, എങ്ങനെ പറയും? ഐ ഡോണ്ട് ഹാവ് ടൈം. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം. ഒരാൾ നിങ്ങളോട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സമയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സമയമില്ലെന്ന് എങ്ങനെ പറയുക? ഇതേപോലെ പറഞ്ഞാൽ മതി. ഐ ഡോണ്ട് ഹാവ് ടൈം. എനിക്ക് സമയം ഉണ്ടെന്ന് എങ്ങനെ പറയുക? ഐ ഹാവ് ടൈം. എനിക്ക് സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം. എനിക്ക് ഇന്ന് പുറത്ത് പോകാൻ സമയമില്ല. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഗോ ഔട്ട് ടുഡേ. ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഗോ ഔട്ട് ടുഡേ. ഗോട്ട് ഇറ്റ്? ഇപ്പോൾ നമുക്ക് സെൻറ്റൻസ് ഫുള്ളായിട്ട് പറയാം. കുറച്ച് വലുതാണ്, എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് കുറച്ച് മരുന്നുകൾ വാങ്ങണം, പക്ഷേ എനിക്കിന്ന് പുറത്ത് പോകാൻ സമയമില്ല. I want to buy some medicines, but I don't have time to go out today.
എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഐ വോണ്ട് ടു ബൈ സം മെഡിസിൻസ് ബട്ട് ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഗോ ഔട്ട് ടുഡേ. എനിക്ക് കുറച്ച് മരുന്നുകൾ വാങ്ങണം, പക്ഷേ എനിക്കിന്ന് പുറത്തു പോകാൻ സമയമില്ല. റിപ്പീറ്റ് ഇറ്റ്. എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഐ വോണ്ട് ടു ബൈ സം മെഡിസിൻസ് ബട്ട് ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഗോ ഔട്ട് ടുഡേ. അതിനുശേഷം ഞാൻ അവനോട് ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. നീ ഇന്ന് വൈകുന്നേരം പുറത്ത് പോകുന്നുണ്ടോ? നീ ഇന്ന് വൈകുന്നേരം പുറത്ത് പോകുന്നുണ്ടോ? ആർ യു ഗോയിങ് ഔട്ട് ഇൻ ദി ഈവനിങ്? ആർ യു ഗോയിങ് ഔട്ട് ഇൻ ദി ഈവനിങ്? നീ ഒരു കാര്യം പിന്നീട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആർ യു ഗോയിങ് ഔട്ട് ഇൻ ദി ഈവനിങ്? ആർ യു ഗോയിങ് ഔട്ട് ഇൻ ദി ഈവനിങ്? നീ ഇന്ന് വൈകുന്നേരം പുറത്ത് പോകുന്നുണ്ടോ? അപ്പോൾ അവൻ പറയാണ്, ഞാൻ ഇന്ന് വൈകുന്നേരം 6 മണിയോടെ ഫ്രീ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്ന് വൈകുന്നേരം 6 മണിയോടെ ഫ്രീ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ പറയാണ്, എനിക്ക് തോന്നുന്നു, ഐ തിങ്ക്. വൈകുന്നേരം 6 മണിയോടെ, ബൈ 6 PM, ബൈ 6 PM. ഞാൻ ഫ്രീ ആയിരിക്കും, ഐ വിൽ ബി ഫ്രീ. ഞാൻ ഇന്ന് വൈകുന്നേരം 6 മണിയോടെ ഫ്രീ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഐ വിൽ ബി ഫ്രീ ബൈ 6 PM. പറയുക, എൻ്റെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുക. ഐ തിങ്ക് ഐ വിൽ ബി ഫ്രീ ബൈ 6 PM. വൺസ് അഗെയിൻ, ഐ തിങ്ക് ഐ വിൽ ബി ഫ്രീ ബൈ 6 PM. വൺസ് അഗെയിൻ, ഐ തിങ്ക് ഐ വിൽ ബി ഫ്രീ ബൈ 6 PM. ഞാൻ മെഡിസിൻസ് വാങ്ങാം, ഐ വിൽ ബൈ ദ മെഡിസിൻസ്. ഞാൻ മെഡിസിൻസ് വാങ്ങാം, ഞാൻ മെഡിസിൻസ് വാങ്ങാം, ഐ വിൽ ബൈ ദ മെഡിസിൻസ്. ഞാനൊരു കാര്യം ചെയ്യാം അല്ല ഞാനൊരു കാര്യം ചെയ്യും എന്ന് പറയാൻ ഐ വിൽ പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് വേർബ് അല്ലെ ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് സെൻറ്റൻസ് തുടങ്ങാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഐ വിൽ ബൈ ദ മെഡിസിൻസ്. നിനക്ക് മെഡിസിൻസിൻ്റെ ലിസ്റ്റ് അയക്കാൻ പറ്റുമോ? നിനക്ക് മെഡിസിൻസിൻ്റെ ലിസ്റ്റ് അയക്കാൻ പറ്റുമോ? എന്തെങ്കിലും കാര്യം നിനക്ക് ചെയ്യാമോ എന്ന് ചോദിക്കാൻ ക്യാൻ യു പ്ലസ് ഫസ്റ്റ് ഫോം ഓഫ് വേർബ് അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വേർബ് വെച്ച് ക്വസ്റ്റ്യൻ തുടങ്ങാം. നിനക്ക് അയക്കാമോ? ക്യാൻ യു സെൻഡ്. നിനക്ക് അയക്കാമോ? ക്യാൻ യു സെൻഡ്. നിനക്ക് മരുന്നുകളുടെ ലിസ്റ്റ് അയക്കാമോ? ക്യാൻ യു സെൻഡ് ദ ലിസ്റ്റ് ഓഫ് മെഡിസിൻസ്. എൻ്റെ ഒപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ക്യാൻ യു സെൻഡ് ദ ലിസ്റ്റ് ഓഫ് മെഡിസിൻസ്. നിനക്ക് മരുന്നുകളുടെ ലിസ്റ്റ് അയക്കാമോ? ക്യാൻ യു സെൻഡ് ദ ലിസ്റ്റ് ഓഫ് മെഡിസിൻസ്. ഇപ്പം ഞാൻ പറയുകയാണ് തീർച്ചയായും, ഷുവർ. ഞാൻ വാട്സാപ്പിൽ മരുന്നുകളുടെ ലിസ്റ്റ് അയക്കാം. ഐ വിൽ സെൻഡ് ദ ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് ഓൺ വാട്സാപ്പ്. ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിത് ഒരു തവണയും കൂടി ഒന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അത് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ മറ്റുള്ളവർക്കും ഈ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിങ് സെഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലുള്ള ട്രെയിനിങ് സെഷൻസ് ഇനി അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലെ ബേസിക്സ് തൊട്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് പഠിക്കാം. ഞാൻ ഓൺലൈൻ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. 900 rupees തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൽഫ് സ്റ്റഡി പ്രോഗ്രാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ സപ്പോർട്ട്, ചാറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ടെലിഫോണിക് സപ്പോർട്ടുള്ള പ്രോ ലെവൽ കോഴ്സസ് അവൈലബിൾ ആണ്. 900 rupees തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൾ കൂടാതെ സംസാരിക്കാനുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരാളോട് ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. കോഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ബുക്ക് PDF ഫോർമാറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ബുക്സ് മാത്രമായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ബുക്സും ഒറിജിനൽ ബുക്സും അവൈലബിൾ ആണ്. ബുക്ക് PDF ഫോർമാറ്റാണ്. നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്ന് ഓർഡർ ചെയ്യാം. 200 rupees ആണ് വരുന്നത്. അതുപോലെ ഒറിജിനൽ ബുക്കിന് 300 rupees ആണ്. കേരളത്തിനുള്ളിൽ 50 രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട്. ടോട്ടൽ 300 + 50 350 രൂപയാണ് ഒറിജിനൽ ബുക്ക് കേരളത്തിനുള്ളിലുള്ള ഷിപ്പിങ്ങിന് വരുന്നത്. കോഴ്സുകളെ പറ്റിയോ ബുക്സിനെ പറ്റിയോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. So that's all for today. I'll be back with the next training session soon. Bye.